മുട്ടുസൂചി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ക്ലിക്ക് ആയില്ല. ഞാനാണ് ശരിക്കും പ്ലിങ് ആയി പോയത്. ഹായ്, അപ്പോൾ ഇന്നലെ നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത് സൈബിൻ്റെ കൂടെ തന്നെ. ഇന്നും സൈബിൻ്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചലഞ്ച് കുറച്ച് ദിവസമായി നമ്മൾ ചലഞ്ചൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ചെറിയൊരു പണി കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ട് സൈബക്ക്. അപ്പോൾ നൈസായിട്ട് കുറച്ച് ദിവസമായി ഓള് എനിക്ക് പണിയായിരുന്നു. അപ്പോൾ ഇന്ന് ഓൾക്ക് പണി കൊടുക്കാൻ പോകണം. അപ്പം അത് തമ്പനയിലൊക്കെ നിങ്ങൾ കണ്ട മാതിരി ഒരു പ്രാങ്ക് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രാങ്ക് ആയാലും ചലഞ്ച് ആയാലും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ആൾക്കാരോട് കിടപിടിക്കുന്ന ടൈപ്പല്ല, എന്നാലും സൈബക്കും കൂടി പറ്റുന്ന ടൈപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരിട്ട് കാണാം എങ്ങനെ ഉണ്ടാവും. ബലൂണായിട്ടാട്ടോ ചെയ്യുന്നത്. ബലൂണ് വാതിലിൻ്റെ ഇടയിൽ വെക്കുന്നു. പിന്നെ അതേപോലത്തെ പിന്നെ സംഭവമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അവളുടെ റിയാക്ഷനും എന്തായാലും അവസാനം എപ്പോഴും കിട്ടുന്ന പോലെ എനിക്ക് കിട്ടാനായിരിക്കും ചാൻസ് ഉണ്ടാവുക. അതാണോ അവൾ കരയാണോ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സൈബ് അകത്തുണ്ട്, ഞാൻ ബലൂണ് വീർപ്പിക്കില്ല. ഇതുകൊണ്ടാണ് ഇന്നത്തെ പരിപാടി. ഇത് മതില്ല രാശി, ഓരോ വലിപ്പം വേണ്ട നമുക്ക്. ഒരുപാട് കളർ, എല്ലാ കളറും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുട്ടുസൂചി ഉണ്ട് കേട്ടോ, കണ്ടില്ലേ മുട്ടുസൂചി. അത് വീട്ടിലുള്ളതായിരുന്നു. ബലൂൺ മാത്രമേ ഞാൻ പുറത്തുനിന്ന് മേടിച്ചു. അങ്ങനെ 2, 4, 6, 7, 8 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ അകത്തേക്ക് പോയിട്ട് ഇതാ ഈ വാതിലിൻ്റെ ബാക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സെലോ ടാപ്പ് നമ്മൾ ഇവിടെ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ പുറത്താണ് നമ്മൾ ബലൂൺ വെക്കാൻ പോകുന്നത്. സൗണ്ട് ഒന്നുകൂടി വെക്കണം. ഇത് മതിയില്ല, പക്ഷെ ഒരു റോം കൂടി വെക്കല്ലേ. ഇതുപോലെ ഒരു റോം കൂടി വെച്ചാൽ ഒന്നുകൂടി നൈസായിരിക്കും. സോ ഒന്നുകൂടി നമുക്ക് സെറ്റ് ചെയ്യാം. ചിലപ്പോൾ ഇത് വ്യൂ ഉണ്ടാവില്ല. ശരി,
തേപ്പിക്കൽ കഴിഞ്ഞു. എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ മുട്ട സൂചി എടുത്തിട്ടുണ്ട്. മുട്ട സൂചി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കണ്ടില്ല, ഇതിൽ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ നമ്മൾ എടുത്ത് വെച്ചെടുക്കും. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പം മുട്ട സൂചി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് പ്രസ് ആകുമ്പോൾ പൊട്ടാണ് ചെയ്യുക. അതായത് ഇതിൻ്റെ ജാമും കൂടി വരുമ്പോൾ പൊട്ടാണ് ചെയ്യുക. നോക്കുന്നത് അപ്പം അകത്തുള്ള സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി സൈബനെ നമുക്ക് വിളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വർത്തമാനം പറയിപ്പിക്കുക. അവളെ കൊണ്ട് ഒരു ചെറിയൊരു പാട്ട് നമുക്ക് പാടിപ്പിക്കാം. വീഡിയോ എടുക്കാൻ പോകാൻ തന്നെ അവളോ പറഞ്ഞിട്ടുള്ളത്. അപ്പം മാറ്റി നിൽക്കുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഇടയിൽ നമുക്ക് പറ്റിക്കാം. ഓക്കെ സൈബ വാ. വീഡിയോ എടുക്കണ്ടേ? ഇന്നെന്താ ചെയ്യാ? ബലൂണില്ലേ? നമ്മളെ ഓഡിയൻസിന് വേണ്ടിട്ട് ഈ ഒരു പാട്ട് പാടിക്കൊടുത്ത എന്റെ അഞ്ച് LKG പാട്ട് പാടിക്കൊടുത്ത ഏത് പാട്ട് പാടാൻ പറഞ്ഞ ആദ്യം? ഇത്തിരി പൂവാന്നിട്ടുള്ള പാട്ടാട്ടോ പാടാൻ പോണ്. ക്യാമറ നോക്കിട്ട് പാടിക്കൊടുക്കപ്പോ. ഇത്തിരി പൂവേ ചുവന്ന പൂവേ എത്ര നാൾ നീ എങ്ങു പോയി, മണ്ണിന്റെ അടിയിൽ ഒളിച്ചിരുന്ന മറ്റുള്ള പൂക്കളെ കാത്തിരുന്നോ. അത്രേ ഉള്ളൂ. ഇത് ഏത് ടീച്ചർ എനിക്ക് പഠിപ്പിച്ചെന്നേ? സുബൈദ ടീച്ചറോ? സുബൈദ ടീച്ചറാണ് പഠിപ്പിച്ചത്. അപ്പൊ സുബൈദ ടീച്ചറോട് താങ്ക്സ് പറയും. ഈ കൊറേ ദിവസമായാലും ടീച്ചറൊക്കെ കണ്ടിട്ട് എനിക്ക് മിസ് ചെയ്യണ്ടോ ടീച്ചറെ? അല്ലെ കുട്ടികളൊക്കെ ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യണ്ടോ? എത്ര ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്? ആണോ? ഫ്രണ്ട്സിന്റെ പേര്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് അല്ല, ഫ്രണ്ട്സുകൾ പേര് പറഞ്ഞിട്ടുണ്ടോ? കുറച്ച് ഫ്രണ്ട്സ് പിന്നൊന്നില്ല. റന്ന, റിൻഷ, ഫൈഹ. ആണുങ്ങളൊന്നും ഇല്ല എന്റെ ഫ്രണ്ട്സ്? ആൺകുട്ടികൾ പിന്നെ മുറിയായാലും പറ്റി പറഞ്ഞു ഉണ്ടാനെ. അപ്പൊ ഞാൻ മുറിയായാലേ മുണ്ടുള്ളൂ. മുറിയായതാ? അത് പറഞ്ഞാല് കാൽമലൊക്കെ വീണ് കഴിഞ്ഞാൽ മുറിയാവില്ല. അപ്പൊ മാത്രം ഓരോ മുണ്ടുള്ളൂ. സഹായത്തിന് വേണ്ടിട്ട് സിനാന്. ഓളെ ഫ്രണ്ട് സിനാന്റെ. പിന്നെ എനിക്ക് കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇത്ര ഫ്രണ്ട്സിന്റെ പേര് അറിയില്ല. ഇപ്പൊ എത്ര ഫ്രണ്ട്സിന്റെ പേരാണ് അറിയില്ല എനിക്ക്. അപ്പൊ പിന്നെ നമുക്ക് വീഡിയോ ചെയ്യണ്ടേ? അപ്പൊ ഒന്ന് ജസ്റ്റ് ഉള്ളിൽ പോയിട്ട് നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകിട്ട് വന്നാലോ? റെഡി അല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ വിളിക്കുമ്പോ ഉള്ളിലേക്ക് വന്നാ മതി കേട്ടോ. അവിടെയൊക്കെ വെയിറ്റ് ചെയ്യും. ക്യാമറ ഒന്ന് കളർ സെറ്റ് ചെയ്യണം. കാരണം പുറത്ത് നല്ല കളറാണ്. അപ്പോൾ ഉള്ളിൽ കുറച്ച് ലൈറ്റ് കുറവല്ല. അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് സെറ്റ് ചെയ്യും. അപ്പം പൊട്ടിച്ചൊക്കെ കഴിഞ്ഞ് വിചാരിച്ച മാതിരി സംഭവം അങ്ങോട്ട് ക്ലിക്ക് ആയില്ല. ഞാനാണ് ശരിക്കും പ്ലിങ് ആയി പോയത്. ഇവിടെ പേടിക്കുന്നു വിചാരിച്ച്, പക്ഷെ അത് പേടിച്ചിട്ടൊന്നുമില്ല. ഞാൻ പേടിക്കാതെ അതിന്റെ ബാഗിന്റെ ബാക്കിൽ ബലൂൺ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പൊട്ടിപ്പത്തന്നെ ഇങ്ങനെ ഇവിടെ എങ്ങനെ കണ്ടത് എനിക്കറിയില്ല. കാരണം റൂമിന്റെ ഉള്ളിലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലേ റഷ്യ. നമ്മളിഞ്ഞി ഇങ്ങനെ വാതില് പ്രസ്സായിട്ട് അടയ്ക്കാൻ വേണ്ടി പറഞ്ഞതിനെ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ബലൂൺ പൊട്ടുമ്പോ ഇവിടെ പേടിക്കാറുണ്ട്. ആ സംഭവം നടന്നില്ല. ശരി, ഞാനും റാശിയും മണ്ടന്മാരായി. അതാണ് ഉണ്ടായി പോയത്. അപ്പം ഇപ്രാവശ്യത്തെ പ്രാങ്ക് നൈസായിട്ട് ചീറ്റിപ്പോയി. ഈ പേടിച്ചാ സൈബ? ഇല്ല, ചെറുതായിട്ട് പേടിച്ചില്ല, നെറ്റിലേക്ക്. എന്നും നമ്മൾ ചെയ്യുമ്പോ എന്നും ശരിക്ക് സക്സസ് ആവണമെന്നില്ലല്ലോ. അപ്പം
ആക്ച്വലി ഇത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ റാഷി പറഞ്ഞു എന്നോട് ഇപ്പൊ എന്തായാലും ഉള്ള മാതിരി അങ്ങോട്ട് കാണിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് റാഷി പറഞ്ഞപ്പോൾ നമ്മൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അപ്പൊ ഒരു പാട്ട് കൂടി പാടി കൊടുത്തത്. എന്തായാലും ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് നഷ്ടം വരാൻ പാടില്ലല്ലോ. അപ്പൊ ഒരു പാട്ട് കൂടി പാടിത്തരാം കേട്ടോ. ആദ്യം ഒരു പാട്ട് പാടിണ്ട്, ഒരു പാട്ട് കൂടെ നഴ്സറിത്തെ അമ്മയും അമ്മ പൂച്ച കഴിക്കുന്നത്. ആ പാട്ട് അമ്മ പൂച്ച കരങ്ങി നടന്നു, അമ്മയെ മുട്ടി ഉരമ്മി നടന്നു, അപ്പം തിന്നാ കൊതിമൂത്തപ്പ അടുപ്പിന്റെ അടുക്കിൽ പതങ്ങി നിന്നു, അമ്മ തിരിഞ്ഞു തക്കം നോക്കി അപ്പം എടുത്തവൾ ഒരു മരങ്ങു. ആ അമ്മ തക്കം നോക്കിട്ട് അപ്പം എടുത്തോണ്ടല്ലേ. പക്ഷെ എന്തൊക്കെ ചെയ്യാ. അപ്പൊ ഇത് സുബൈദ ടീച്ചർ പഠിപ്പിച്ചതാ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു കൊച്ചു എപ്പിസോഡാണ്. എന്തായാലും നിങ്ങൾക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തേക്കാം. ഓൾ എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മള് കമന്റ് വായിക്കുന്ന ഒരു ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. അപ്പൊ കമന്റ് വായിക്കാം സൈബ. നമ്മൾ വായിക്കാൻ പോകുന്ന ഫസ്റ്റ് കമന്റ് കേട്ടോ. വായിക്കട്ടെ സൈബ. ജയലക്ഷ്മി ശ്രീലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നതാണ്. സൈബ കുട്ടിയെ നിങ്ങള് മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുമെന്ന്. എന്ത് മേക്കപ്പോ? അതെന്താ ഇഷ്ടല്ല? എനിക്ക് എന്തൊക്കെ മേക്കപ്പിൽ എന്താ ഇഷ്ടമുള്ളത്? ചുണ്ടില് അല്ലേ? അപ്പം എന്തായാലും അതൊന്ന് ചെയ്യാം. അല്ലെങ്കിൽ സൈബ എന്നെ മേക്കപ്പ് ചെയ്യണതായാലും നൈസ് ആവൂല. നിങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ചെയ്യാം. ഇതുപോലെ സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് പേര് പല സജഷൻസും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ നിങ്ങളും സജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റിൽ രേഖപ്പെടുത്താം അല്ലെ? താഴെ കമന്റ് ചെയ്യാൻ. പിന്നെ ഷെയർ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ജയലക്ഷ്മി ചേച്ചിനോട് ഹായ് പറയും. ജയലക്ഷ്മി ഒന്നുകൂടാ. ജയലക്ഷ്മി ചേച്ചി അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും മേക്കപ്പ് ചെയ്യാം. ഒന്നുകിൽ ഇവള് എനിക്ക് അല്ലെങ്കിൽ ഇവൾക്ക് ഞാൻ, ഏതെങ്കിലും ഒന്ന് കേട്ടോ. അപ്പൊ അടുത്ത കമന്റ് നമ്മൾ വായിക്കാൻ പോവാണ്. സൈബ മിയാലിബ ലിബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടാണ്. റോഷ ചലഞ്ച് വീഡിയോ കഴിഞ്ഞ് ആ ബാൽക്കണി ആരാണാവോ വൃത്തിയാക്കുന്നത്? നമ്മുടെ മുകളിലത്തെ ഇത് ബാൽക്കണി ആരാ വൃത്തിയാക്കല്? റാഷി പൊട്ടൻ. അതെ റാഷിയാണ്. റാഷി ബ്രദർ. അപ്പൊ ഞാനോ ബ്രദർ അല്ലേ? കുറച്ചൊക്കെ ബ്രദറാണ്. റാഷിയും ബ്രദറാണ് അല്ലേ? റാഷിയാണ് ഫുള്ള് ബ്രദർ, ഈ കുറച്ച് ബ്രദർ. ഓക്കെ. അപ്പൊ എന്തായാലും ലിബ താത്തനോട് ഹായ് പറയും. ലിബ താത്തയാണോ ആണാണോ എന്ന് അറിയില്ല. എന്തായാലും ഹായ് പറയും ലിബ. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡ് നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരാം അല്ലേ? അതുവരയ്ക്കും ബൈ ബൈ.